നമസ്കാരം. ടോപ്പ് 10ലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. വിദേശ സാമ്പത്തിക ഇടപെടലിൽ നിന്നും തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ സംരക്ഷിക്കാൻ കെയർ സ്റ്റാമർ രാഷ്ട്രീയ സംഭാവന നിയമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് UK ഇലക്ട്രൽ കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. റിഫോം UKയിലേക്ക് ദശലക്ഷക്കണക്കിന് പൗണ്ട് സംഭാവന ചെയ്യാനുള്ള ഇലോൺ മസ്കിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ നീക്കം. വിദേശികളുടെ ഉടമസ്ഥതയുള്ള കമ്പനികൾക്ക് UKയിൽ ലഭിക്കുന്ന ലാഭവുമായി രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനയെ ബന്ധിപ്പിക്കുന്നത് വോട്ടർമാരുടെ വിശ്വാസം നിലനിർത്താൻ ആവശ്യമാണെന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷണ വിഭാഗം ചീഫ് എക്സിക്യൂട്ടീവ് വിജയ് രംഗരാജൻ പറഞ്ഞു. മസ്കിന് തന്റെ സോഷ്യൽ മീഡിയ കമ്പനിയായ എക്സിന്റെ ബ്രിട്ടീഷ് വിഭാഗത്തിലൂടെ സംഭാവന ചെയ്യാൻ കഴിയുന്ന തുകയുടെ പരിധി എത്രയെന്ന് ഇനി ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിക്കും. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ബന്ധത്തിന് അവസാനമിട്ട ബ്രെക്സിറ്റിന്റെ ആഘാതം ആദ്യ 2 വർഷങ്ങളിൽ UKയ്ക്ക് 27 ബില്യൺ പൗണ്ട് നഷ്ടമാക്കിയെന്ന് റിപ്പോർട്ട്. ബ്രെക്സിറ്റ് UKയിൽ കൊണ്ടുവന്ന വ്യാപാര തടസ്സങ്ങൾ ചെറുകിട ബിസിനസ്സുകാർക്ക് ദുരന്തമായിരുന്നെന്നും ആയിരക്കണക്കിന് ആളുകൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം നിർത്താൻ നിർബന്ധിതരായെന്നും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഗവേഷകർ കണ്ടെത്തി. സെന്റർ ഫോർ എക്കണോമിക് പെർഫോമൻസിലെ അക്കാദമിക് വിദഗ്ധർ 1 ലക്ഷത്തിലധികം സ്ഥാപനങ്ങളിലുള്ള തെളിവുകളാണ് ശേഖരിച്ചത്. 2022 അവസാനത്തോടെ UK ബ്രസൽസുമായി വ്യാപാര സഹകരണ കരാറിൽ ഒപ്പുവെച്ച 2 വർഷത്തിന് ശേഷം ഇപ്പോൾ മൊത്തം ബ്രിട്ടീഷ് ചരക്ക് കയറ്റുമതി 6.4%, ഇറക്കുമതി 3.1% ഇടിഞ്ഞതായും കണ്ടെത്തി. ഈ വിസ സംവിധാനത്തിൽ വന്ന അപാകതയിൽ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ള കുടിയേറ്റക്കാർക്ക് തങ്ങളുടെ സാമ്പത്തിക സഹായം വെട്ടിക്കുറച്ചതായി അറിയിച്ച് തെറ്റായി കത്തുകൾ അയച്ചതിൽ ഹോം ഓഫീസ് മാപ്പ് പറഞ്ഞു. ഹോം ഓഫീസും ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻ ടെക്നോളജിയും തമ്മിലുള്ള ആശയവിനിമയത്തിലെ അവ്യക്തതയാണ് ഈ വിസ റോളൗട്ടിലെ ഏറ്റവും പുതിയ പ്രശ്നം. ഈ വിസ ഉപയോഗിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ UKയിലേക്ക് മടങ്ങാനുള്ള ഗ്രേസ് പീരീഡ് അടുത്ത മാർച്ച് വരെ സർക്കാർ നീട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിലും പുതിയ വിസകൾ ഈ മാസം അവസാനത്തോടെ നിലവിൽ വരും. ഇത്തരക്കാരുടെ ആനുകൂല്യങ്ങളാണ് വെട്ടിക്കുറച്ചതായി അറിയിച്ചത്. ഈ പിശക് കാരണം ചില കുടിയേറ്റക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അറിയിപ്പ് കത്തുകൾ അയച്ചിട്ടുണ്ടെന്നും അവ പിൻവലിക്കുന്നതായും ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻ ടെക്നോളജി അറിയിച്ചു. ഉക്രൈൻ സൈനികരെ പരിശീലിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ഉക്രൈനിലേക്ക് ബ്രിട്ടീഷ് സൈനികരെ അയക്കാൻ തീരുമാനമെടുത്ത് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി. കീവ് സന്ദർശനവേളയിൽ ബ്രിട്ടീഷ് സേന ഉക്രൈനികൾക്ക് ആവശ്യമായ പരിശീലനം നൽകാൻ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു. പുടിൻ്റെ സൈന്യത്തിനെതിരെ പോരാടാൻ ഉക്രൈൻ സേന ഇനിയും സജ്ജമാകേണ്ടതുണ്ട്. റഷ്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ ഉക്രൈനുമേൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിനിടെ ഉക്രൈന് 225 മില്യൺ പൗണ്ടിൻ്റെ പിന്തുണ നൽകുമെന്ന് നേരത്തെ ഹീലി അറിയിച്ചിരുന്നു. US ഫെഡറൽ റിസർവ് നിരക്കിൽ 0.25% കുറവ് വരുത്തി. ഇതോടെ ഫെഡ് നിരക്ക് 4.25 മുതൽ 4.5% വരെ കുറഞ്ഞു. നവംബറിൽ റീറ്റെയിൽ ഉപഭോഗം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സൂചകങ്ങൾ ശക്തമായ വളർച്ച, തൊഴിലില്ലായ്മ നിരക്കിലെ കുറവ് തുടങ്ങിയ പരിഗണിച്ചാണ് ഫെഡിൻ്റെ ഈ കുറവ്. ഫെഡ് നിരക്കിനൊപ്പം റിവേഴ്സ് റിപ്പോ നിരക്കും പരിഷ്കരിച്ചു. 4.55% നിന്നും 30 ബേസ് പോയിന്റ് കുറവാണ് റിപ്പോ നിരക്കിൽ വരുത്തിയത്. ഇതോടെ റിവേഴ്സ് റിപ്പോ 4.25%. അതേസമയം US പണപ്പെരുപ്പം കൂടുന്ന പ്രവണതയാണ് ഇപ്പോഴും കാണുന്നത്. തീർത്ഥാടനത്തിൻ്റെ മറവിൽ രാജ്യത്തേക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള ഭിക്ഷാടനക്കാരെയും പോക്കറ്റടിക്കാരുടെയും ക്രിമിനലുടെയും കുത്തൊഴുക്ക് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് സൗദി അറേബ്യ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഹജ്ജ് ഉംറ നിർവഹണത്തിനിടയിൽ മക്ക മസ്ജിദിന് സമീപത്തു നിന്നും അധികൃതർ പിടികൂടിയ പോക്കറ്റടിക്കാരിൽ 90% പാകിസ്ഥാൻ വംശജരാണെന്ന് സൗദി അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. മതപരമായ വിസകളുടെ ദുരുപയോഗവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാൻ വംശജർ വ്യാപകമാകുന്നതും ആശങ്ക വർദ്ധിപ്പിച്ചതോടെയാണ് സൗദി കർശന മുന്നറിയിപ്പ് നൽകിയത്. ഇത് അവഗണിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സൗദി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യയിൽ ആദ്യമായി ഭക്ഷണങ്ങൾ കൃത്യസമയത്ത് ഉപഭോക്താവിന് ഡ്രോൺ വഴി എത്തിക്കുന്ന ഡ്രോൺ ഡെലിവറി സർവീസുമായി ഇതാ ദുബൈ. പ്രമുഖ ഡ്രോൺ കമ്പനി കീറ്റ ഡ്രോണിന് ഇത് സംബന്ധിച്ച് ദുബൈ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ലൈസൻസ് നൽകി. ദുബൈ സിലിക്കൺ ഒയാസിസിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക. 6 ഡ്രോണുകൾ സർവീസ് നടത്തും. ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് ആദ്യ ഓർഡർ ബുക്ക് ചെയ്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ദുബൈ സിവിൽ ഏവിയേഷൻ അതോറിറ്റി മേധാവി ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂമും ചടങ്ങിൽ പങ്കെടുത്തു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് സമീപം മുംബൈ തീരത്ത് യാത്രാ ബോട്ടും നാവികസേനയുടെ സ്പീഡ് ബോട്ടും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 13 പേർ മരണമടഞ്ഞു. 101 പേർ രക്ഷപ്പെടുത്തി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും എലഫന്റ ദ്വീപിലേക്ക് പോയ നീൽക്കമൽ എന്ന യാത്രാ ബോട്ടാണ് ബുധനാഴ്ച വൈകിട്ടോടെ അപകടത്തിൽപ്പെട്ടത്. യാത്രാ ബോട്ടിലേക്ക് 6 പേർ സഞ്ചരിച്ച നാവികസേനയുടെ സ്പീഡ് ബോട്ട് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഒരു മലയാളി കുടുംബത്തെ കാണാതായതിന് സൂചനയുണ്ട്. കേരളത്തിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി മുംബൈയിലെത്തിയ മലയാളി ദമ്പതിമാർ അപകടത്തിൽപ്പെട്ടതായാണ് വിവരം. അപകടത്തിൽ പരിക്കേറ്റ നവി മുംബൈയിലെ JSPT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 6 വയസ്സുകാരനാണ് ബോട്ടിലുണ്ടായിരുന്ന തൻ്റെ മാതാപിതാക്കളെ കാണാനില്ലെന്ന് പോലീസിന് മൊഴി നൽകിയത്. അമ്മ കഥാപാത്രങ്ങളുടെ മനസ്സിലിടം നേടിയ പ്രശസ്ത സിനിമാ സീരിയൽ നടി മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ഷൊർണൂർ PK ദാസ് ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. 200-ൽ പരം സിനിമകളിലും 25-ൽ പരം സീരിയലുകളിലും നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.
വാസന്തിയും ലക്ഷ്മി പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, നന്ദനം എന്നീ സിനിമകളിലെ വേഷങ്ങൾ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയവയാണ്. ദോഹയിൽ നടന്ന പ്രഥമ ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് കിരീടം റയൽ മാഡ്രിഡിന്. ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ മെക്സിക്കൻ ക്ലബ്ബ് പച്ചുക്കയെ 3-0 പരാജയപ്പെടുത്തി റയൽ ജേതാക്കളായത്. റയലിന് വേണ്ടി കിലിയൻ എംബാപ്പെ, റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ എന്നിവർ ഓരോ ഗോളുകൾ നേടി. ആദ്യ പകുതിയിൽ 37-ാം മിനിറ്റിൽ എംബാപ്പെ റയലിന് വേണ്ടി ആദ്യ ഗോൾ നേടി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ റോഡ്രിഗോ റയലിൻ്റെ ലീഡ് നില 2 ഉയർത്തി. 53-ാം മിനിറ്റിൽ എംബാപ്പയുടെ പാസിലായിരുന്നു റോഡ്രിഗോ സ്കോർ ചെയ്തത്. ഫൗളിലൂടെ ലഭിച്ച പെനാൽറ്റി എടുത്ത വിനീഷ്യസ് 83-ാം മിനിറ്റിൽ 3ാം ഗോൾ നേടി. ടോപ്പ് 10 അവസാനിക്കുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.